ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ അങ്ങനെ വലിയ സ്പെഷ്യൽ വീഡിയോ അല്ലെ കണ്ടൻറ് റിലേറ്റഡ് ആയിട്ടൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഒരു ഗൾഫിൽ നിന്ന് വന്ന പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്ന്. അങ്ങനെ പെട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ മൂത്ത ചേച്ചി ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടു. അപ്പോൾ അതിലെന്തൊക്കെയോ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിലെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഭയങ്കര ഗൾഫിലെ ഏറ്റവും കൂടിയത്, അല്ലെങ്കിൽ അയ്യോ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയുള്ള സാധനം എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെയൊക്കെ തന്നെ റിലേറ്റീവ്സ് കൊണ്ടു തന്നിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഈ റോയൽ മെറേജിൻ്റെ സ്പ്രേയും ക്രീം 21, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സോപ്പ് അങ്ങനെയൊക്കെ. അപ്പം ഞാനന്ന് വിചാരിച്ചിട്ടുള്ള അതാണ് അവിടുത്തെ ഏറ്റവും അടിപൊളി ഭയങ്കര വിലയുള്ള സാധനങ്ങളെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. സത്യത്തിൽ എൻ്റെ ചേച്ചി പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ ചേച്ചി അവിടെ ചെന്നിട്ട് എന്തായാലും അവരും പർച്ചേസിങ് ചെയ്യുമല്ലോ. അപ്പോൾ അവർ പറയും, അമ്മ നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര ചീപ്പിൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞപ്പം സത്യത്തിൽ അന്നാണ് ഞങ്ങൾ അറിയുന്നത് പോലും കേട്ടോ. അതിലവർ തന്നതിൽ നമുക്ക് ഇത് പുച്ഛമോ അല്ലെ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് നമുക്ക് അറിയില്ല, അതുവരെ നമ്മുടെ കണ്ണിൽ അതായിരുന്നു അൾട്ടിമേറ്റ് വലിയ പ്രോഡക്റ്റ്. പക്ഷെ പിന്നീട് എൻ്റെ ചേച്ചി പോയിട്ട് വന്ന് നമുക്ക് ആദ്യം അവൾ പോയിട്ട് വന്ന സമയത്ത് തന്നെ ഒരു കുന്നോളം സാധനങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങളുടെ ഒരു സന്തോഷം, കാരണം അന്ന് വരെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയ സ്പ്രേ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ സ്പ്രേയും മറ്റേ റോയൽ മെറേജും ആണല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് തന്നാലായി. അപ്പോൾ അതിനോടൊക്കെ ഒരു ഇഷ്ടമാണ്. ഗൾഫ് സാധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിലെയൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ നമ്മൾ വലുതായി കഴിയുമ്പോൾ അത്രയും കാണത്തില്ല. എന്നാൽ പോലും ഈ നാട്ടിൽ കിട്ടാത്ത ഐറ്റംസ് ഒന്നും അല്ലടേ ഇത്. എന്നാലും നമുക്ക് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നതേ ഇത് തന്നു കഴിയുമ്പം അവൾ വന്നപ്പോൾ തന്നതാ, അതിനൊരു പ്രത്യേക പകിട്ടാണ് നമ്മൾ പറയുന്നതിനല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു ഇടയ്ക്ക് എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്നപ്പം അവിടെ കയ്യിൽ കുറേ അധികം സാധനങ്ങൾ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പം ഞങ്ങളുടെ അമ്മയുടെ ഒരു ക്യാരക്ടറാണ്. ചേച്ചി എന്തോരം സാധനങ്ങൾ കൊണ്ടുവന്നാലും അമ്മയ്ക്ക് വിതരണം ചെയ്ത് കഴിയത്തില്ല. അപ്പം ഇത് വിതരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്നാലും നമുക്ക് അങ്ങനെ പോയി എടുത്ത് സൂക്ഷിച്ചൊക്കെ അതൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞല്ലോ. നമുക്ക് ആദ്യത്തെ ഒരു ഇതേ കാണത്തുള്ളല്ലോ. ഇപ്പം അമ്മ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റേ ഞങ്ങളായിരുന്നു 100 മുട്ടായി അയച്ചിട്ടുണ്ടെങ്കിൽ 50 മുട്ടായി എനിക്ക്, 50 മുട്ടായി ചേച്ചിക്ക്, 50 ഗാലക്സിക്കും പിന്നെ ഇതൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക്, റഫല്ലോ എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പെട്ടി കൊണ്ടുവരിക അങ്ങനെയൊന്നുമില്ല. നമുക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് തന്നെയാണ് നമ്മളെല്ലാവർക്കും കൊടുക്കാറ്. അപ്പോൾ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നത് കേട്ടോ. അമ്മ അങ്ങനെ വലുതായിട്ട് വലിയ പെർഫ്യൂമൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ചിലപ്പോൾ ഒരു ഡിയോഡ്രൻ്റ് അത് അല്ലെങ്കിൽ ഒരു അണ്ടർ ആം റോളർ അങ്ങനെയൊക്കെ ലൈറ്റായിട്ടൊക്കെ യൂസ് ചെയ്തുള്ളൂ. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി കൊണ്ടുവന്ന കേട്ടോ. ഇതിൻ്റെ പേര് മറിയം എന്നല്ല ഒരു ബോഡി ലോഷൻ. ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഒരു വൈറ്റ് ഗ്ലാസ് ബോട്ടിൽ. അത് മാരിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. പക്ഷെ ഭയങ്കര മണമാണ്. പക്ഷേ എന്നാലും എൻ്റെ ഒരു കൈൻഡ് ഓഫ് പ്രിഫറൻസിലുള്ള സ്മെല്ലല്ല. ലൈക്ക് ഒരു സാൻഡൽ, ഒരു ഓത് അത്തറിൻ്റെയൊക്കെ മണമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവൾ എനിക്കൊരു ഐ ഷാഡോ പാലറ്റ് കൊണ്ടുവരുന്നു. ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല സൂപ്പർബായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിലെല്ലാം വരും, ഫൗണ്ടേഷൻ മുതൽ മസ്കാര എല്ലാം കൂടെ വരുന്നൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഈ പ്രവാസികളുടെ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ ഒരിത്തിരി സാധനങ്ങൾ അവർക്ക് തിരിച്ച് കുറച്ച് അച്ചാറായിട്ടോ ചമ്മന്തിപ്പൊടിയും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൊടുത്തു വിടുന്നത് തന്നെ അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക ജീവിതത്തിൽ ഒരു വലിയ കുളിർമഴ പെയ്ത പോലെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. എന്തായാലും എല്ലാ പ്രവാസികൾക്കും ചിലപ്പം ഈ ഒരു കണ്ടൻറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആയുസിൻ്റെ പകുതി അതല്ലെങ്കിൽ ചോര നീരാക്കി കൊടുത്തു വിടുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
സോ എൻ്റെ സിസ്റ്ററെന്നോ അല്ലെങ്കിൽ ബ്രദറെന്നോ അല്ല, ഒരുപാട് പ്രവാസികൾ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക നടുംതൂണായിട്ട് ഒത്തിരി ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഭയങ്കര ഹെൽത്തി ആൻഡ് ഹാപ്പി സേഫായിട്ടിരിക്കട്ടെ, സർവേശ്വരൻ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഓൾസോ എൻ്റെ ചേച്ചിയോടും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലവ് യു, വി മിസ് യു. എന്തായാലും ഉടനെ ഇങ്ങെത്തും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പെട്ടിയിൽ വന്നിട്ടുള്ള കുറേ കുഞ്ഞു സന്തോഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. പിന്നെ ആ ഷൂസിൻ്റെ പിക്ചറും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്തേക്കാമേ. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിലോ അതല്ലെങ്കിൽ ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.